സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. എല്ലാവർക്കും KPSCയുടെ അഭിവാദനങ്ങൾ. മനസ്സില്ല കടത്തനാടിന്റെ നാടക പൈതൃകത്തിന് തെല്ലും മങ്ങലേറ്റിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു വടകര ടൗൺ ഹാളിലെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ അരങ്ങേറിയ KPSCയുടെ ഉമ്മാച്ചു എന്ന നാടകം. ചുരികത്തലപ്പുകൊണ്ട് പടപൊരുതിയ ചേകവന്മാരുടെ നാട്ടിൽ കലയും സംസ്കാരവും സാഹിത്യവുമെല്ലാം ഒരേപോലെ വഴങ്ങുമെന്നതിന്റെ തെളിവ് കൂടിയായി ഉമ്മാച്ചു. KPSCയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വടകര ടൗൺ ഹാളിൽ നടത്തിയ ആദ്യ വേദിയിലൂടെ ആയിരങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഉമ്മാച്ചു വന്നിറങ്ങിയത്. ഒരു പെണ്ണിന്റെ ബൈ തടയുമ്പോ അതിനുള്ള കരുത്ത് കൂടി വേണം. അതിനുള്ള കരുത്തൊന്നും തന്നെ ഈ മഴ ബൈ അടയുന്നു. പിന്നെ അവൾ താരം KPSCയുടെ പ്ലാറ്റിനം ജൂബിലി പരിപാടിയും തോപ്പിൽ ഭാസി ജന്മശതാബ്ദിക്കും ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. നാടക പ്രവർത്തകർക്കുള്ള ആദരം, സെമിനാറുകൾ, മറ്റ് പരിപാടികൾ എന്നിവയും നടന്നു. വടകരയുടെ കലാപൈതൃകവും സംസ്കാരവും എത്രത്തോളമുണ്ട് എന്നതിന്റെ തെളിവാണ് തിങ്ങി നിറഞ്ഞ സദസ്സ് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങാകുമ്പോഴേക്കും ടൗൺ ഹാളിൽ ബാൽക്കണി അടക്കം കവിഞ്ഞിരുന്നു. വലിയ പങ്ക് വഹിച്ച് ഒരുപാട് പേരെ പ്രസവിച്ച ഈ കടത്തനാടിൻ്റെ മണൽ വെച്ചുകൊണ്ട് അതുകൂടി ഞാൻ KPSCക്ക് വേണ്ടി പറയുകയാണ്. രാവിലെ ആരംഭിച്ചതാണ് ഈ സമ്മേളനം. ആരംഭിച്ചിറങ്ങി ചടങ്ങുകളുടെ തുടക്കം രാവിലെയായിരുന്നു. രാവിലെ മുതൽ ഈ ടൗൺ ഹാളിലെ അന്തരീക്ഷമുണ്ടായി നിറഞ്ഞു കവിഞ്ഞ ആളുകൾ. അത് വെറും ആൾക്കൂട്ടമല്ലായിരുന്നു. KPSC അറിഞ്ഞുകൊണ്ട്, ഈ കാലത്തെ അറിഞ്ഞുകൊണ്ട്, ഈ ചടങ്ങിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, പ്ലാറ്റിനം ജൂബിലിയുടെ അർത്ഥത്തെ മാനിച്ചുകൊണ്ട്, തോപ്പിൽ ഭാസിയെ ഓർത്തുകൊണ്ട്, ശതാബ്ദിയുടെ കടമയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട്, ഉമ്മാച്ചുവിനെയും ഉറുവിനെയും പറ്റി ചിന്തിച്ചുകൊണ്ട് കൂടിയ ആ ജനങ്ങൾ ഞങ്ങളോട് പറയുന്നു മുമ്പോട്ട് പോകുക എന്ന്. അതൊരു ആഹ്വാനമാണ് ഞങ്ങൾക്കറിയാം. അത് ഒരു പിന്തുണയുമാണ്. ആ പിന്തുണയെ വിലപ്പെട്ട ഒന്നായി KPSC എന്നും കാണും. ജനങ്ങൾ തരുന്ന ഈ സ്നേഹവും ഈ പിന്തുണയും എന്തിനേക്കാളും വലുതായി കണ്ടുകൊണ്ട് ഏറ്റവും വലിയവർ ജനങ്ങളാണെന്ന ബോധ്യമാണ് ഇടതുപക്ഷ മൂല്യപത്രത്തിൻ്റെ അടിസ്ഥാനം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മികച്ച ലക്ഷണബദ്ധ നാടകങ്ങൾ ഭാവിയിലും അരങ്ങിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നും ഞാൻ KPSCക്ക് വേണ്ടി എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വടകര സ്വദേശി മനോജ് നാരായണൻ സംവിധാനം നിർവഹിച്ച നാടകമാണ് ഉമ്മാച്ചു. നാടക ആവിഷ്കാരം നൽകിയതാവട്ടെ സുരേഷ് ബാബു ശ്രീസ്ഥ എന്ന അതുല്യ പ്രതിഭയും. ഷിനിൽ വടകരയാണ് നാടകത്തിൽ ബീരാന്റെ വേഷമിട്ടത്. നാടകം കാണാൻ KPSCയുടെ പ്രധാന ഭാരവാഹികൾക്ക് പുറമെ തോപ്പിൽ ഭാസിയുടെ മക്കളായ മാല തോപ്പിൽ, സുരേഷ് തോപ്പിൽ എന്നിവർ എത്തിയിരുന്നു. ഉറൂബിന്റെ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ടായി.
KPSCയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പഴയകാല നാടക പ്രവർത്തകരായ 33 പേരെ ആദരിച്ചു. ചടങ്ങ് VT മുരളി ഉദ്ഘാടനം ചെയ്തു. തോപ്പിൽ ബാസിയുടെ മകൾ മാല തോപ്പിൽ മുഖ്യാതിഥിയായി. TK വിജയരാഘവൻ അധ്യക്ഷനായി. തയ്യുള്ളതിൽ രാജൻ, EV വത്സൻ, ഗിരിജ കായലാട്ട്, അജിത നമ്പ്യാർ, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാടകഗാനങ്ങൾ കോർത്തിണക്കിയ ശ്രുതി സാഗർ എന്ന ഗാനപരിപാടിയും അരങ്ങേറി. ചടങ്ങിൽ സതീശൻ അധ്യക്ഷനായി. ഡോക്ടർ ശശികുമാർ പുറമേരി, TP റഷീദ് എന്നിവരും പങ്കെടുത്തു.